എൻ്റെ മോനെ മാർക്കോന്ന പടം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സെറ്റപ്പ് പോലും ചെയ്യാൻ വേണ്ടി എനിക്ക് തോന്നുന്നില്ല. കാരണം ആ പടത്തിനെ കുറിച്ച് നിങ്ങളോട് പറയണം. അയ്യോ അവിടെ എൻ്റെ നെഞ്ചിപ്പോഴും കടന്നുകൊണ്ട് ഇടിച്ചുകൊണ്ടിരിക്കുക. എമ്മാതിരി പടം അവിടെ പണിത് വെച്ചേക്കുന്നേ. അയ്യോ ഒരു രക്ഷയില്ലാത്ത പടം. പടം തീർന്നപ്പോഴത്തേനും ഒരു 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 എൻഡിങ് ഇട്ടിട്ടാണ് പടം തീർന്നത്. ബട്ട് ഞാൻ ഒരു ഓഡിയൻസിൻ്റെ റെസ്പോണ്ട് കാണിച്ചു തരാം. പടം തീർന്നപ്പോഴത്തേനും പടം തീർന്നതാണോ എന്നുള്ളൊരു എൻഡിങ് ആയിരുന്നു അത്. ഞാനും ആലോചിച്ച് നോക്കി ഇതെന്താണ് ഇങ്ങനെ. അയ്യോ ഞാൻ പേഴ്സണലി എൻ്റെ കാര്യമാണ് പറയുന്നത്, എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഞാൻ തിയേറ്ററിൽ ഇരുന്നപ്പോഴത്തേനും ഞാൻ സിനിമ കണ്ട എല്ലാ ഓഡിയൻസിൻ്റെയും റെസ്പോണ്ട് അതുപോലെയായിരുന്നു. അമ്മാതിരി റെസ്പോണ്ടായിരുന്നു, ഒന്നും പറയാനില്ല. അമേസിങ് പടം, അമേസിങ്. ഈ നമ്മൾ വിചാരിച്ചതിനും ടോപ്പ് നിൽക്കുന്ന പടമായിരുന്നു. എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ബട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഇത് വയലൻസ് നിറഞ്ഞിട്ടുള്ളൊരു പടമാണ്. പല കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതുപോലത്തെ പടം ഇഷ്ടമാണ്, അതായത് മാർക്കോ കാണണം, ബട്ട് മാർക്കോ എന്താകും, ഇത് എങ്ങനെയാകും എന്ന ചിന്തിച്ചിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് പോയി കാണുക. ഇപ്പം ഞാൻ രാവിലത്തെ ഷോ ആണ് കണ്ടത്. ഉച്ചയ്ക്ക് എന്തെങ്കിലും ഷോ ഉണ്ടെങ്കിൽ നിങ്ങളത് പോയി കാണുക. അമ്മാതിരി പടമാണ്. നിങ്ങൾക്കത് ഇഷ്ടപ്പെടും. അതാണ് ഞാൻ എൻഡിങ് ആയപ്പോഴത്തേനും സിനിമ കഴിഞ്ഞിട്ട് ഓഡിയൻസ് അവിടെ തന്നെ ഇരിക്കുക. കഴിഞ്ഞതാണോ? നീ തിയേറ്ററിൻ്റെ കറണ്ട് വല്ലതും പോയതാണോ? എന്നിട്ട് അവസാനം തിയേറ്ററിലെ ആൾക്കാരോട് ചോദിച്ചാണെങ്കിൽ പടം കഴിച്ചതാണോ എന്ന് ചോദിച്ചിട്ടാണ് ആൾക്കാർക്ക് എണീറ്റ് പോകുന്നത്. അതുപോലത്തെ ഒരു എൻഡിങ് ആണത്. ഈ റൊമാൻറ്റിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലോ, ഡയലോഗിൻ്റെ ഡെലിവറിയും. പിന്നെ ഇതിലെ ഏറ്റവും മെയിനായിട്ട് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇമോഷണലാണ്. ഇതിൻ്റെ ഇമോഷണൽ നമുക്കാണെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഈ പടം ഭയങ്കര മോശമായിരിക്കും. പിന്നെ ഫൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടിരിക്കാന്നേ ഉള്ളൂ. ബട്ട് ഇതിലെ ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞാൽ ആ ഇമോഷണൽ നമുക്കാണെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റി എന്നതാണ്. കണക്ട് ചെയ്യാൻ നമുക്ക് പേഴ്സണലി പറ്റി. എല്ലാവരുടെ കാര്യം ഞാൻ തിയേറ്ററിൽ ഇരുന്നപ്പോഴത്തേക്കും എല്ലാവർക്കും അതുപോലെ തന്നെയായിരുന്നു. ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് പേഴ്സണലി ആണെങ്കിൽ ഇമോഷണലായിട്ടുള്ള സീൻസും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇതായി. നമ്മളിങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യും, ചിലപ്പോൾ അവരെ കൊല്ലൂല, ചിലപ്പോൾ ഇവരെ കൊല്ലും, അങ്ങനെയൊക്കെ പ്രെഡിക്റ്റ് ചെയ്യുന്നത് എൻ്റെ ഒരു ഡിഫറൻ്റ് ആണ്. നമ്മൾ വിചാരിക്കുന്ന ലെവലിലേക്കല്ല പടം പോകുന്നത്, വേറൊരു ലെവലിലേക്കാണ് പടം പോകുന്നത്. അതാണ് ഞാൻ തിയേറ്ററിൽ നിന്നും വന്നിട്ട് വീഡിയോ എടുക്കാനുള്ള സെറ്റപ്പ് വേണ്ടെന്ന് വെച്ച് ഞാൻ നേരെ ഫോൺ എടുത്തിട്ടുണ്ടെങ്കിൽ റിവ്യൂ പറയുന്നത്. അതുകൊണ്ടാണ് എനിക്ക് അമ്മാതിരി പടം ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങൾക്കാണെങ്കിൽ കാണണമെന്ന് താല്പര്യം ഉണ്ടായിട്ട് കാണണോ വേണ്ടയോ എന്നുള്ളൊരു ഡൗട്ടിൽ നിൽക്കുന്നവരാണെങ്കിൽ പോയി കാണുക. നല്ല പടമാണ്. അപ്പം അത്രേ ഉള്ളൂ. നമ്മുടെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ തൊട്ടടുത്ത ബെല്ലിലേക്കും കൂടെ എനേബിൾ ചെയ്താൽ നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നു. അത്രേ ഉള്ളൂ. ബൈ.